നമ്മൾ ഇടുക്കി വാഴത്തോപ്പിലേക്ക് ഒന്നുകൂടി പോവാണ്. സ്കൂൾ ബസ് കയറി പ്ലേ സ്കൂൾ വിദ്യാർത്ഥിക്ക് അവിടെ ദാരുണാന്ത്യത്തിന്റെ സങ്കട വാർത്ത കുറച്ച് മുമ്പാണ് വന്നത്. ഗിരിജ്യോതി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥി ഹെയ്സൽ ബെന്നാണ് മരിച്ചത്. സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി രാഹുൽ വിജയനാണ് അവിടെ നിന്ന് ചേരുന്നത്. രാഹുലെ, ഒരു കുഞ്ഞ് ആശുപത്രിയിലായിരുന്നു, ഇടുക്കി മെഡിക്കൽ കോളേജിലായിരുന്നു. മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനൊരു സാധ്യത പറഞ്ഞു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മൊത്തത്തിൽ കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ രണ്ടാമത് പരിക്കേറ്റ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിയാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്കൂളിലാണ്. ഈ സ്കൂൾ ബസ് അപകടമുണ്ടാക്കിയ സ്കൂൾ ബസിന്റെ ദൃശ്യങ്ങളാണ് കാണുകയും ചെയ്യുന്നത്. ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടക്കുന്നുണ്ട്. ബസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുകളുണ്ടോ എന്നുള്ളതാണ് നിലവിൽ എന്തായാലും പരിശോധിക്കുന്നത്. ഈ ബസ്സിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ആ കുട്ടി അപകടത്തിൽപ്പെട്ടത് മുൻവശത്തെ ഇടതുവശത്തുള്ള ഇടതുവശത്തെ ടയർ കുട്ടിയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഈ കുട്ടിയെ കാണാൻ പറ്റാത്ത വിധത്തിലാണോ ഗ്ലാസ് മിറർ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പോലീസ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഈ ബസ്സിൽ വന്ന കുട്ടിയല്ലായിരുന്നു, ഇതിന് പിന്നിൽ വന്ന സ്കൂൾ ബസ്സിലുണ്ടായിരുന്ന കുട്ടിയായിരുന്നു. ആ കുട്ടി ആ ബസ്സിൽ നിന്ന് ഇനായ്ക്കും പരിക്കാക്കണമെങ്കിൽ ആ കുഞ്ഞും ഇതിനൊപ്പം വന്നാവില്ലേ? അപ്പൊ രണ്ട് കുട്ടികൾ ഒരു ബസ്സിന് മുന്നിലേക്ക് പോകുന്ന ആരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ? അതാണ് ഹാഷ്മി ഇതിൽ ഏറ്റവും സംശയമുണ്ടാക്കുന്ന കാര്യം. ഇതിൽ ആയ ഉണ്ടായിരുന്നോ, ഏതെങ്കിലും തരത്തിൽ ഈ ശ്രദ്ധക്കുറവ് ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പോലീസ് പരിശോധിക്കേണ്ടതാണ്. പോലീസിന്റെ പരിശോധനയാണ് ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇടുക്കി ഡിവൈഎസ്പി ആണ് രാജൻ കെ രമണ സാറാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. സാർ, എന്താണ് സംഭവിച്ചതെന്നുള്ള എന്തെങ്കിലും? ഒന്നും പറയാറായിട്ടില്ല. അതിന്റെ കാര്യങ്ങൾ മൊഴിയൊക്കെ എടുക്കാനായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നുള്ളൂ. ഈ ആയ ഉൾപ്പെടെയുള്ളത് വാഹനത്തിലുണ്ട്. ഒന്നും അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടൊരു പിക്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. മൊഴിയെടുക്കാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. ഈ അപകടം പറ്റി പരിക്കേറ്റ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് മാറ്റുന്നതിൽ തീരുമാനമായി. അത് അതിനെ സ്കാനിങ് കാര്യങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്നുള്ള അഡ്വൈസ് അനുസരിച്ച് ചെയ്യും. ബാക്കി ഈ വാഹനത്തിൽ ഡ്രൈവർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്? ഗ്ലാസ് മിറർ അങ്ങനെ പരിശോധനയിലുള്ള കാര്യമാണ്. കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചിട്ടില്ല. അപ്പോൾ പ്രാഥമികമായിട്ട് സീൻ ഗാർഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഹാഷ്മി, പ്രാഥമികമായിട്ട് പരിശോധനയാണ് നടക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും നിലവിൽ എന്തായാലും പറയാൻ കഴിയില്ല. ഈ ഡ്രൈവർ പറഞ്ഞതനുസരിച്ചാണെങ്കിലും ഈ സ്കൂളിലുണ്ടായിരുന്ന മറ്റാളുകൾ പറഞ്ഞതനുസരിച്ചാണെങ്കിലും പുറകിൽ വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയ രണ്ട് കുട്ടികൾ അവർ മുൻപേക്ക് പെട്ടെന്ന് ഓടി വരുന്നു. അവരുടെ കാല് തട്ടി വീഴുന്നു. ആ തട്ടി വീണ കുട്ടിയുടെ ദേഹത്തോടെ ഈ ബസ് കയറി ഇറങ്ങി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്കും ലഭ്യമാകുന്ന വിവരം. അങ്ങനെയാണ് കണ്ടുനിന്ന കുട്ടികൾ ഉൾപ്പെടെ നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിൽ ഈ ഡ്രൈവർക്ക് അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന ഈ സ്കൂൾ ബസ്സിൽ ആയമാരുണ്ടാകേണ്ടതുണ്ട്, ആയമാരുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസിന്റെ പരിശോധന ഇവിടെ നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. ഈ സ്കൂളിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അനാസ്ഥ സംഭവിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ള മറ്റ് സംഭവങ്ങളൊന്നും ഈ സ്കൂളിന്റെ പേരിൽ മുൻപുള്ളതല്ല. എന്തായാലും ഇത്തവണ എന്തായാലും ഒരു സ്കൂളാണല്ലോ, അപ്പോൾ അവിടെ CCTV ഒക്കെ കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സാധ്യതകളൊക്കെ ഉണ്ടോ എന്ന് രാഹുൽ ഒന്ന് പരിശോധിക്കുക. നമുക്ക് കൂടുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കേണ്ട പ്രായമാണത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവർ ഓടിപ്പോകും. അപ്പോൾ അത് ഉണ്ടായിട്ടില്ലേ, എന്നുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ഉണ്ടായതെന്ന് പോലീസ് പരിശോധിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.